അങ്ങനെ നിർത്താൻ പറയാനൊക്കെ ശാഖയിൽ പോയി പറഞ്ഞാൽ മതി. തന്നോടല്ലോ പറയുന്നത് നാണം കെട്ടവനെ. ഇങ്ങോട്ട് അയാൾ രാഷ്ട്രീയമായ അധിക്ഷേപങ്ങൾ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ 75 വർഷക്കാലം തികയുന്ന ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും വിഷം തുപ്പിയ പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന്റെ മറുപടിയായിരിക്കും 2024 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന RSSന്റെ പ്രചാരകൻ ആദരണീയനായ നരേന്ദ്രമോദിയുടെ പേര് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് മാറ്റി മാറ്റി പറയുന്ന ലക്ഷണമൊത്ത ഒരു കള്ളനായി RSSന്റെ പ്രചാരകനായി നമ്മുടെ പ്രധാനമന്ത്രിക്ക് മാറേണ്ടതായി വന്നു? സാധാരണഗതിയിൽ നമ്മുടെ എല്ലാവരുടെയും അനുഭവങ്ങളിൽ നമ്മുടെ നാട്ടിലെ കവലയിൽ കാണും ഏതെങ്കിലും ഒരു അന്തസ്സില്ലാത്ത ഒരു വർഗീയവാദി. എൻ്റെ അനുഭവങ്ങളിൽ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് കേരളത്തിലെ BJPയുടെ നേതൃത്വത്തിന് കീഴിലാണ് ഏറ്റവും അന്തസ്സില്ലാത്ത ഇന്ത്യയിലെ വർഗീയവാദികൾ ഉള്ളത് എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ അന്തസ്സില്ലാത്ത വർഗീയവാദികൾക്ക് ആശ്വസിക്കാൻ വക നൽകുന്നതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓരോ പ്രസംഗവും. നിങ്ങളെക്കാൾ അന്തസ്സില്ലാത്ത, ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും അന്തസ് കെട്ട ഒരു വർഗീയവാദി ആര് എന്ന് ചോദിച്ചാൽ അതിന് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയം ഒരു BJP ഒരു മറുപടി നൽകുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപ്രധാനമായ, ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ പോലും അവകാശമില്ലാത്ത ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. അതൊരു പ്രാദേശിക പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് എന്ന് അവരുടെ നേതാക്കന്മാർ പറയും. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു പാർട്ടിയുടെ പ്രതിനിധി. ഇന്ത്യയിലെ ജനങ്ങളുടെ ഏതാണ്ട് 50% അല്ലെങ്കിൽ 49%, 50% പിന്തുണയോടുകൂടി ലോകത്തിൽ ലോക ജനതയുടെ 60-62% പിന്തുണയുള്ള നരേന്ദ്രമോദിയെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിലെന്താണ് അർത്ഥമുള്ളത്? അതുകൊണ്ട് അത് അർത്ഥമില്ലാത്തതും ഉത്തരമില്ലാത്തതുമായിട്ടുള്ള ചില വാക്കുകൾ മാത്രമായിട്ട് ഞാനതിനെ കാണുകയാണ്. പ്രധാനമന്ത്രി മുതൽ ഈ താഴെത്തട്ടിലുള്ള ഞങ്ങളെപ്പോലെയുള്ള BJP പ്രവർത്തകർ വരെ സത്യസന്ധമായ ജീവിതവും സത്യസന്ധമായ അഭിപ്രായവും സത്യസന്ധമായ രാഷ്ട്രീയവുമാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയം അതിൻ്റെ ഭാരതത്തിൻ്റെ ദേശീയതയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാമക്ഷേത്രത്തിനു വേണ്ടിയും CAA എന്ന് പറയുന്ന സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനു വേണ്ടിയും അതടക്കമുള്ള മറ്റു പല കാര്യങ്ങൾക്കും ഉറച്ചു നിൽക്കുന്നവർ തന്നെയാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ടില്ല, ഒരു കാര്യത്തിലും ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ല. അത് ശരിയാ. 2014 ഞങ്ങൾ രാമക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2019 ഞങ്ങൾ രാമക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2014-ലും 2019-ലും ഞങ്ങൾ CAA കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് 370 കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞതെല്ലാം നടപ്പാക്കുന്ന, പറഞ്ഞതു മാത്രം നടപ്പാക്കുന്ന, കൃത്യമായി പറഞ്ഞത് ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നടപ്പാക്കുന്ന, അഴിമതിയില്ലാതെ ഭരിക്കും എന്ന് പ്രഖ്യാപിച്ച് അഴിമതിയില്ലാതെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു പ്രധാനമന്ത്രിയുമാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. 100% ഞാൻ യോജിക്കുന്നു. നിർഭാഗ്യവശാൽ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ആളുകൾ ആന നടന്നു പോകുമ്പോൾ കുഴിയാനകൾക്ക് വലിയ വിഷമം ഉണ്ടാവും. പല കുഴിയാനകളും ആനയുടെ കാൽപാദത്തിൻ്റെ ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞ് ഇല്ലാതാവും. ആന വരുന്ന കണ്ടിട്ട് കുഴിയാന കരഞ്ഞിട്ട് എന്ത് കാര്യം? പിന്നെ CPMൻ്റെ കാര്യം, ഇവിടെ സംസാരിക്കുന്ന CPMൻ്റെ പ്രതിനിധി അദ്ദേഹം പറയുന്നത് എന്താ? ഞങ്ങൾക്ക് മതമില്ല, ഞങ്ങൾക്ക് മതേതരത്വം മാത്രമാണ്. അദ്ദേഹത്തിന് DYFയുടെ നേതാവാണ്. അദ്ദേഹം പണ്ട് പറഞ്ഞത് ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം. ഈ മാനവരക്തത്തിനു വേണ്ടി സംസാരിക്കുന്നവർ സ്വന്തം കുഞ്ഞിനെ പള്ളിയിൽ പോയി മാമോദിസ മുക്കുന്നത് എന്തിനാ? എന്താ ഉറക്കം വരുന്നു?
എൻ്റെ അച്ഛനെയും അമ്മയും തറവാടിൽ ജനിച്ചവരായതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു നീ ഹിന്ദു മതത്തിലും ഹിന്ദു വിശ്വാസത്തിലും ജീവിക്കണമെന്ന്. ചില തറവാട്ടിൽ ജീവിക്കുകയും കാപട്യം മാത്രം മുഖമുദ്രയാക്കിയിട്ടുള്ള ചില മാതാപിതാക്കന്മാർ മാനവരാണ്, മാർക്സിസ്റ്റുകാരാണ്, CPM-കാരാണ്, ലെനിനിസമാണ്, നമ്മളിൽ ഒഴുകുന്ന ചോര മാനവൻ്റെയാണെന്ന് പറഞ്ഞ് ആ പള്ളിയിലും മറ്റിടത്തൊക്കെ പോയിട്ട് കരാർ എഴുതി കൊണ്ടാക്കുന്ന ഒരു അച്ഛൻ്റെ എനിക്കെന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിനോട് ഞാനങ്ങ് പറയാം. ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാം. ഇത് മുഴുവൻ രാഷ്ട്രീയതയാണ്. ഈ തറവാട് എന്താണ്? അവിടെ ജനിക്കുന്നത് മാത്രമേ മനുഷ്യരുള്ളൂ. ഇവിടുന്ന് പോകാൻ അങ്ങ് കരുതണ്ട. അതുകൊണ്ട് നിർത്തിക്കോ. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അങ്ങയുടെ മര്യാദ. ഞാൻ അങ്ങനെ തന്നെ പറയും, അങ്ങനെ തന്നെ പറയും. മര്യാദ ചർച്ചയിൽ ഇതുവരെ ഇങ്ങോട്ട് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്. അയാൾ ഇതിലും ഹീനമായ രാഷ്ട്രീയമായ അധിക്ഷേപങ്ങൾ ഗർഭാവസ്ഥയിൽ ഇങ്ങോട്ട് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്. അയാൾ ഇതിലും ഹീനമായ രാഷ്ട്രീയമായ അധിക്ഷേപങ്ങൾ ഗർഭാവസ്ഥയിൽ. നീ നുള്ളിയത് ചെവിയാടാ, ഇവന്റെ ചെവി. ഇവൻ ആരാണെന്ന് നിനക്കറിയില്ല. ഇവൻ ചെറ്റയാടാ, വെരട്ടിപ്പറ ചെറ്റയാടാ. ചെയ്യരുത് കേട്ടോ. ഗർഭാവസ്ഥയിൽ കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരു കുഞ്ഞാണ് ജേക്സി തോമസ്. അതിനോട് മാനുഷികമായ പരിഗണന കാണിക്കണം. അതാണ് ഈ ചർച്ചയിൽ പ്രവേശിച്ചത്. ഇത് ചെയ്യരുത്, മോശമാണ്. അയാളോട് നിർത്താൻ പറ, എന്നാ ഞാൻ സംസാരിക്കും. ഞാനില്ല ചർച്ചയ്ക്ക് ഞാനില്ല. പറഞ്ഞാൽ മതി. തന്നോടല്ലോ പറയുന്നത് നാണം കെട്ടവനെ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? രണ്ടുപേരോടും വ്യക്തിപരമായ എന്നോട് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ ഇനിയും പറയും. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പറയും. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഞാൻ പറയുന്ന പ്രേക്ഷകരോടാണ്, രണ്ടുപേരും ഒരേ അരാഷ്ട്രീയമായതോ അസഭ്യമായതോ അശ്ലീലമായതോ ആയ പരാമർശം ഉണ്ടായാൽ എനിക്കത് ഉത്തരവാദിത്തമില്ല. രണ്ടും ഒരേ സമയം കേൾക്കാനും കൃത്യമായി തിരുത്താനും എനിക്ക് കഴിയില്ല എന്ന് വരും. അങ്ങനെ പറഞ്ഞു നോക്ക് കേട്ടോ. രണ്ടുപേരും ഒരുമിച്ച് സംസാരിക്കുന്നതിനിടയിൽ അരാഷ്ട്രീയമായ മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഒരു ചർച്ചയിലേക്ക് വലിച്ചിട്ട് അദ്ദേഹം അത് പിന്നാതെ കേൾക്കണം എന്ന് പറയുന്നത് മര്യാദയാണോ? അയാൾ ഞാൻ കുഞ്ഞിനെ അല്ല വലിച്ചിട്ടെ, സമീപനത്തെയാ, കാപട്യത്തെയാ. എങ്ങനെ കുഞ്ഞിനെ വലിച്ചിടുന്നത്? അയാൾ ചെയ്ത കാപട്യം തുറന്നു പറയണ്ടേ? എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകളെ. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ ഉത്തരവാദിത്വത്തോടെ പ്രതിനിധികളെ അയക്കുന്ന രാഷ്ട്രീയം പറയാനാണ്, കുടുംബത്തിരിക്കുന്നവരെ പറയാനല്ല. ഇവിടെ രാഷ്ട്രീയം പറഞ്ഞതാണോ? നരേന്ദ്രമോദി നുണയനാന്ന് പറഞ്ഞത് രാഷ്ട്രീയം പറഞ്ഞതാ? അവിടെയൊന്നും വെച്ചേക്കല്ലേ. രാഷ്ട്രീയം ഒരുതരം നികൃഷ്ടമായ ഭാഷയിലല്ലേ അയാൾ സംസാരിച്ചത്? അങ്ങനെ പരാമർശമുണ്ടായാൽ തീർച്ചയായും അങ്ങേക്ക് അതിന് മറുപടി പറയാം. അതിന് മറുപടി പറയുമ്പോൾ ഇത് വല്ല ഇടങ്ങേറായല്ല. അയാളുടെ രാഷ്ട്രീയ കാപട്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത്. നരേന്ദ്രമോദിയെ കുറിച്ച് അയാൾക്ക് പറയാമെങ്കിൽ അയാളുടെ രാഷ്ട്രീയ കാപട്യം ഞാൻ പറഞ്ഞു. കൈകാര്യം ചെയ്ത് കളയും എന്ന് പറഞ്ഞോ? വേണ്ടയോ? അങ്ങ് പറഞ്ഞോ? ഞാൻ പറഞ്ഞിട്ടില്ല. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. എനിക്ക് ഈ CPM-ന്റെ നേതാവിനോട് ഒന്നും കൂടി പറയാനുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ ഏക നേതാവാണ്, ഏക മുഖ്യമന്ത്രിയാണ്. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുക, ഇന്ത്യ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടക്കുക. ഞങ്ങൾ വലിയ വർഗീയവാദികളാണ്, ഞങ്ങൾ വലിയ മതേതര വിരുദ്ധരാണ്, ഞങ്ങൾ ഈ രാജ്യത്തെ തകർക്കാൻ പോകുന്നവരാണ്, ഇവിടെ തൊഴിലില്ലായ്മയിൽ ഇവിടെ വിഭവങ്ങളില്ലാണ്ടാക്കി നാട് മുഴുവൻ കുട്ടിച്ചോറാക്കി. പിന്നെ എന്തിനാണ് ഈ 3ാം 4ാം ഫേസ് ബംഗാളിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ ചങ്ങാതി വിദേശയാത്രയ്ക്ക് പോയത്? ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. ആദ്യം പോയിട്ട് ആ ചങ്ങാതിയെ വിളിച്ചോണ്ട് വാ, എന്നിട്ട് ഇന്ത്യയിൽ BJP-ക്കെതിരെ പ്രകടനം നടത്താനും പ്രസംഗിക്കാനും പറ. അല്ലാണ്ട് കാതലായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നേതാവ് ഭാര്യയുടെ കൂടെ വിദേശയാത്രയിൽ അനുയായി ഇവിടെ വന്നിരുന്നിട്ട് നരേന്ദ്രമോദി തെറി പറയാ.
ബംഗാളിൽ പോലും കാല് കുത്തിക്കാൻ അനുവദിക്കില്ല ഈ നേതാവിനെയും ഇവിടുത്തെ ആളുകളെയും. എന്നിട്ടാണ് ഇവർ ഈ വളവള വർത്താനം പറയുന്നത്. ആദ്യം പോയിട്ട് പിണറായി വിജയനെ വിളിച്ചോണ്ട് പോവാ, എന്നിട്ട് BJPക്കെതിരെ ഒരു 4 പൊതുയോഗം ഇന്ത്യയിൽ എവിടെങ്കിലും പോയി സംസാരിക്കാൻ പറ. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇന്ത്യയിൽ ഒരു സ്ഥലത്തും കാല് കുത്തിക്കില്ല, അത് വേറെ വിഷയം. അത് കൂടുതലൊന്നും എനിക്ക് അവരോട് പറയാനില്ല. പിന്നെ ഇന്ത്യയിൽ വേറെ എവിടെയും കാല് കുത്താൻ അവർക്ക് ഇല്ലല്ലോ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.